ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നൊരു ബ്ലൈൻഡ് ബാഗാണ് ഉണ്ടാക്കാൻ പോണത്. കുറെ പേർക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർക്കുള്ള വീഡിയോ ആണ് ഇത്. പിന്നെ ഇപ്പൊ എല്ലാവരും സാൻഡ്രി ഫാൻസ് ആണല്ലോ, അപ്പൊ ആ ഒരു തീം നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എല്ലാവർക്കും ആ ഒരു തീമാണ് ഇഷ്ടം. അപ്പോൾ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാനായിട്ട് മെയിൻലി വേണ്ടത് A4 ഷീറ്റും കുറച്ച് കളേഴ്സും സെല്ലോ ടേപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ സംഭവം സെറ്റ് ആക്കാൻ പറ്റും. ഇവിടെ വന്നിട്ട് ഞാൻ സാൻഡ്രി തീംസിലുള്ള നെയിൽസിന്റെ ബ്ലൈൻഡ് ബാഗാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ആദ്യം തന്നെ ബ്ലൈൻഡ് ബാഗിന്റെ കവർ പേജ് ഉണ്ടാക്കാനായിട്ട് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം പേപ്പർ എടുക്കാനായിട്ട്. ഇനി ഫ്രണ്ടിലായിട്ട് കുറച്ച് സാൻഡ്രി തീം ബേസ്ഡ് ആയിട്ട് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കണം. അതിനായിട്ട് പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യുക, സാൻഡ്രി ഒന്ന് അടിച്ചു കൊടുത്താൽ അതിന് കുറെ അധികം പിക്ചേഴ്സ് ഒക്കെ വരും. അതിൽ ഏതാണോ നമ്മുടെ തീം അനുസരിച്ച് വരച്ചെടുക്കാം. ഇവിടെ ഞാൻ വന്നിട്ട് ഇഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ട്രേസ് എടുക്കലാണ് ചെയ്തത്. കുറെ പേരൊക്കെ പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടാവും. അതൊന്നും സീനൊന്നുമില്ല, ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്തെടുക്കാം. ഇവിടെ എനിക്ക് സങ്കടമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു വീഡിയോ വന്നിട്ട് കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്തതാ. അതായത് 2024 ഡിസംബർ ലാസ്റ്റ് ആവുന്ന സമയത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഫോണാണ് എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയത്. അപ്പൊ എനിക്ക് ഇത് കാണുമ്പോൾ സങ്കടമൊക്കെ വരുന്നുണ്ട്. കാരണം ഇതെന്റെ ഫസ്റ്റത്തെ ഫോണാണ്. ആ സമയത്ത് എന്റെ കയ്യിൽ ഫോണൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഫോണില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമമൊക്കെ ഉണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പോയത് തന്നെയാണ്. ഇനി നമ്മൾ അതോർത്ത് വിഷമിച്ചിട്ട് ആ ഫോൺ തിരിച്ചു കിട്ടാനൊന്നും പോണില്ല. അപ്പൊ നമുക്ക് ബാക്ക് ടു ദി ടോപ്പിക്, എന്താണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതിനെ കുറിച്ച് പറയാം. അങ്ങനെ ഇവിടെ വരയ്ക്കുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കളർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഡോംസിന്റെ പേസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡോംസിന്റെ പേസ്റ്റ് കളേഴ്സിനെ കുറിച്ച് എടുത്ത് തന്നെ പറയണം, സംഭവം അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കണം. ഇപ്പൊ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇത്. എന്റെ ചാനലിലെ മിക്ക വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, അതിൽ കളേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ഒരു ഡോംസിന്റെ പേസ്റ്റ് കളേഴ്സ് ആയിരിക്കും. അത്ര അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഗൈസ്. നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് അറിയാൻ പറ്റും. കാരണം ഇതെല്ലാം പേസ്റ്റ് കളേഴ്സ് ആയതുകൊണ്ട് അതെല്ലാം കളർ ചെയ്ത് വരുന്ന സമയത്ത് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിങ്ങൾ ഇത് വാങ്ങി എന്ന് പറഞ്ഞാൽ എന്തായാലും വേർത്തായിരിക്കും. ഞാൻ ഇത് 160 റുപ്പീസിന് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇതിന്റെ ലിങ്ക് എന്തായാലും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ ഈ ഒരു ഡോംസിന്റെ പേസ്റ്റ് കളേഴ്സ് വരുന്ന ബ്രഷ് പെൻ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും വാങ്ങി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇത് വാങ്ങി എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നിയതുകൊണ്ട് ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒരാൾക്ക് ഈ ഒരു ബ്രഷ് പെൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഗിവ് അവേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. ആ ഒരു ഗിവ് അവേയിൽ വന്നിട്ട് ഡോംസിന്റെ വൈബ്രന്റ് കളേഴ്സ് വരുന്ന ബ്രഷ് പെൻ ആണ് ഞാൻ ഗിവ് അവേ ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഇപ്പൊ പോയി ചെക്ക് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ ഇവിടെ നമ്മുടെ കളറിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കട്ട് ചെയ്യാൻ അവിടെ വന്നിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ഒരു ബോവും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലൈനിൽ കൂടെ കത്രിക വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ലെഫ്റ്റ് സൈഡായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരയ്ക്കാനുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഇതിനകത്ത് കിട്ടണ, അതായത് ബ്ലൈൻഡ് ബാഗിന്റെ അകത്ത് കിട്ടുന്ന സംഭവം എത്ര വാല്യൂ ഉള്ളതാണെന്ന് അറിയാനുള്ള സംഭവമാണ് ഇത്. ഞാനിവിടെ സംഭവം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് പേർക്കൊന്നും ബ്ലൈൻഡ് ബാഗ് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടാവില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതിനകത്തുള്ള സംഭവം നമുക്ക് എന്താണെന്ന് അറിയില്ല. അതായത് ബ്ലൈൻഡ് ബാഗിന്റെ അകത്ത് കിട്ടുന്ന സംഭവം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതായത് കിൻഡർ ജോയ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് എന്താ ഗിഫ്റ്റ് എന്നൊന്നും അറിയാൻ പറ്റില്ല. അതുപോലത്തെ ഒരു സംഭവമാണ് ഇത്. ഈ ബ്ലൈൻഡ് ബാഗ്സ് ഒക്കെ മെയിൻലി കൊറിയ, ചൈന അങ്ങനത്തെ ഏഷ്യൻ കൺട്രീസിലായിരിക്കും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതൊക്കെ ആക്ച്വലി വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളാണ്. അതൊക്കെ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ലെഫ്റ്റ് സൈഡ് വന്നിട്ട് ഇതുപോലെ 4 സർക്കിൾസ് ഒക്കെ വരച്ചു കൊടുക്കുക. അതിന് ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ കൊടുത്തിട്ട് കോമൺ, എപ്പിക്, ലെജൻഡറി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുക്കാം. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ബ്ലൈൻഡ് ബാഗിന്റെ കവർ പേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബാഗ് പരുവത്തിലാക്കാനായിട്ട് കുറച്ച് സെല്ലോ ടേപ്പ് ആണ് വേണ്ടത്. സെല്ലോ ടേപ്പ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധയോടെ എടുക്കുക. അതല്ലാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ ഒട്ടി എന്ന് പറഞ്ഞാൽ അത് വലിച്ചെടുക്കുന്ന സമയത്ത് എന്തായാലും കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് സൂക്ഷിച്ചെടുക്കുക. അങ്ങനെ സെല്ലോ ടേപ്പെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്ന പോർഷൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഗ്ലൂവിന്റെ പരിപാടിയെ യൂസ് ചെയ്യുന്നില്ല. ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഒരു പരിപാടിയും ചെയ്യുന്നില്ല. മെയിൻ ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് സെല്ലോ ടേപ്പ് തന്നെയാണ്. ഇതേപോലെ 2 ഓപ്പൺ പോർഷൻ ഒന്ന് കവർ ചെയ്തെടുക്കുക. എക്സസ് ആയിട്ട് വരുന്ന സെല്ലോ ടേപ്പ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ബ്ലൈൻഡ് ബാഗിന്റെ കവർ പേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്താന്ന് വെച്ചാൽ, ഇതിനകത്ത് ഇടാനായിട്ട് കുറച്ച് നെയിൽസ് ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ നെയിൽസ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ കുറച്ച് പേപ്പേഴ്സ് വേണം. അതായത് ഡിസൈൻ ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് വേണ്ടത്. ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ നെയിൽസ് ആയിട്ട്. ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. ഒന്നുമില്ല, ഒരു A4 ഷീറ്റ് എടുക്കുക, സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിനകത്ത് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ പണ്ട് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ ആ ഒരു ഷോർട്സിൽ പോയിട്ട് ലാസ്റ്റത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും.
അങ്ങനെ നെയിൽസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 5 പാറ്റേൺ പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം സ്ക്വയർ ഷേപ്പിലാണ് ഉള്ളത്. ഇനി ആ പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് 2 സെറ്റ് ഓഫ് നെയിൽസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാറ്റേൺ പേപ്പർ എടുക്കുക, 2ആയിട്ട് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് സെന്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ പാറ്റേൺ പേപ്പേഴ്സും സെന്ററിലൂടെ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് 10 നെയിൽസിനുള്ള പേപ്പേഴ്സ് ആയിട്ട് കിട്ടും. ഇനി എന്താ, ആ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് നെയിൽസിന്റെ ഷേപ്പിലായിട്ട് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാത്തവരാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് നമ്മുടെ ഫിംഗറിന്റെ അവിടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്ത ശേഷം ആ ഒരു പേപ്പർ വന്നിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗേഴ്സിന്റെ സൈസിനുള്ള നെയിൽസ് സെറ്റാക്കി കിട്ടും. ഇതുപോലെ നമുക്കൊരു 10 നെയിൽസ് സെറ്റാക്കി എടുക്കണം. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് 10 ഫിംഗേഴ്സിനുള്ള നെയിൽസ് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള നെയിൽസ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഓരോന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്റെ കൈയൊക്കെ കാണുമ്പോൾ കുറച്ച് പ്രേതത്തിന്റെ കൈയൊക്കെ പോലെ തോന്നും. എന്നാലും സാരമില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി നെയിൽസ് ഒക്കെ ഒട്ടിക്കാനായിട്ട് 2 പീസ് പേപ്പർ വേണം. അതിനായിട്ട് കുറച്ച് തിക്കുള്ള പേപ്പർ എടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഇവിടെ വന്നിട്ട് ഇൻവിറ്റേഷന്റെ കാർഡാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കുറച്ച് തിക്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ ഇൻവിറ്റേഷന്റെ കാർഡൊക്കെ, അപ്പൊ അതെടുത്താലും മതി. എന്നിട്ടെന്താ, അത് രണ്ടും സെയിം അളവിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ശേഷം ആ 2 കാർഡിലായിട്ട് സെന്ററിലായിട്ട് കുറച്ച് സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അതിനുശേഷം അതിന്റെ മേലെയായിട്ട് ഞാൻ ടിഷ്യൂ ടേപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ടിഷ്യൂ ടേപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചാലും മതി. ഇനി ഡബിൾ സൈഡ് ടേപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ, അതൊന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് സെന്ററിൽ കൂടെ ഒട്ടിച്ചു കൊടുത്താലും മതി. പിന്നെന്താ, നമ്മൾ ഉണ്ടാക്കി വെച്ച നെയിൽസ് ഉണ്ടല്ലോ, അതൊന്ന് സെന്ററിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് അറേഞ്ച് ചെയ്തെടുക്കാം. ബൈ ദ വേ, ഞാൻ അതിന്റെ മേലെയായിട്ട് സാൻഡ്രിയ നെയിൽസ് എഴുതാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ നെയിൽസും ഒട്ടിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ അങ്ങനെ എഴുതി കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ സാൻഡ്രിയ നെയിൽസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ നെയിൽസിന് മേലെ ഒട്ടിക്കാനായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കണം. അതായത് സാൻഡ്രിയ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ പിക്ചേഴ്സ് ഒക്കെ ഞാൻ വരച്ച് കളർ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒന്ന് പാക്ക് ചെയ്ത് എടുക്കണം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞു പീസ് ഓഫ് പേപ്പർ എടുക്കുക. എന്നിട്ട് എന്താ, സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്ത് ഒരു കുഞ്ഞു ബാഗ് ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് എന്താ, ആ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒന്ന് ആ ഒരു കുഞ്ഞു ബാഗിന്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് കവർ ചെയ്തെടുക്കാം. ഇവിടെ കവർ ചെയ്യാൻ നമ്മൾ സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ ഗ്ലൂവിന്റെ പരിപാടി ഒന്നും ചെയ്യുന്നില്ല, ഫുൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടുള്ള കളിയാണ്. അപ്പൊ ഇതെല്ലാം കവർ ചെയ്യാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സെല്ലോ ടേപ്പാണ്. അങ്ങനെ കവറെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ഒരു കട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ വന്നിട്ട് ഡോട്ടഡ് ലൈൻസും ഒരു ബോവും കൂടെ വരച്ചു കൊടുക്കാം. പിന്നെന്താ, എക്സ്ട്രാസ് എന്ന് പറഞ്ഞ സംഭവം കൂടെ എഴുതി കൊടുത്താൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് ഈ ഒരു പാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാ കിട്ടിയെന്ന് അറിയണമല്ലോ, അതായത് ഏത് ലെവലുള്ള സംഭവമാണ് കിട്ടിയെന്ന് അറിയണമല്ലോ. അതിനായിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് യു ഗോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ലെജൻഡറി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കിൾ വരച്ചിട്ട് ആ ലെജൻഡറിന്റെ കളർ ഏതാണോ അതൊന്ന് കളർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. പാക്ക് ചെയ്യാനായിട്ട് വലിയ പണിയൊന്നുമില്ല. ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ എന്താ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ ഉണ്ടാക്കിയ സാൻഡ്രി നെയിൽസും പിന്നെ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ എക്സ്ട്രാസും പിന്നെ യു ഗോട്ട് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ആ ഒരു ഓപ്പൺ പോർഷൻ ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. എക്സസ് ആയിട്ട് വരുന്ന സംഭവങ്ങളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഈ ഉണ്ടാക്കിയ ബ്ലൈൻഡ് ബാഗിന്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും അതുപോയി ഒന്ന് കാണുക. അങ്ങനെ ഇതാ ഫൈനലി നമ്മുടെ സാൻഡിയോ നെയിൽസിന്റെ ബ്ലൈൻഡ് ബാഗ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. പിന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള യൂസ് എന്താ ചോദിച്ചാൽ പ്രത്യേകിച്ച് വലിയ യൂസ് ഒന്നുമില്ല. നമ്മുടെ ഒരു ഇന്നർ ചൈൽഡ്ഹുഡിനെ ഹീൽ ചെയ്യാം, അത്ര തന്നെ. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അൺബോക്സ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മനസുഖം, അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.